ഹായ്, നമ്മളിന്ന് ഫ്രണ്ടിൻ്റെ കുഞ്ഞിൻ്റെ ചോറൂണിന് പോയതാണ് കേട്ടോ. അപ്പോൾ പോയിട്ട് വരുമ്പോൾ കുട്ടിയൊക്കെ ഒരു രസമായിക്കോട്ടെ വെച്ച് നമ്മൾ മാളിൽ വന്നിട്ടാണല്ലേ. മാളെന്ന് പറഞ്ഞാൽ നമ്മളെ മട്ടന്നൂർ മാളിൽ ഇവിടെ ഭയങ്കര രസമാട്ടോ. കുട്ടിയൊക്കെ കളിക്കാനുള്ള ഒരു പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ മുന്നേ ഒരു കുട്ടിക്ക് 2 വയസ്സുള്ള സമയത്ത് അതൊന്നും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ ഏജ് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരുപാട് സെക്ഷൻസ് പോലെയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾ അതിൻ്റെ അകത്ത് കയറിയാൽ നമുക്ക് എവിടെയാണ് പോയെന്നോ കറക്റ്റ് മനസ്സിലാകില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവരിങ്ങനെ കളിക്കുന്ന കാണുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര കളർഫുള്ളായിട്ടാണ് ഉള്ളത്. ഇത് മാത്രമല്ല കേട്ടോ, പുറത്ത് ഒരുപാട് കളിക്കാനുണ്ട്. എന്നാലും ഇവിടെ ആക്കുമ്പോൾ കുറച്ച് സേഫ്റ്റിയും കൂടിയാണ്. എന്താ വെച്ചാൽ നമുക്ക് പുറത്ത് വേണ്ടിക്ക് റെസ്റ്റ് എടുക്കാം. ഉള്ളിലേക്ക് കയറ്റി കഴിഞ്ഞാൽ പുറത്തൊരാൾ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവർ കുട്ടികളെ ഇറക്കുന്ന സമയത്ത് നമ്മളെ വിളിച്ചിട്ട് മാത്രമേ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വിടൂ. അതുകൊണ്ട് തന്നെ പേടിയൊന്നും ഇല്ലാണ്ട് നമുക്ക് പുറത്തിരിക്കാം. അതിൻ്റെ അടുത്ത് തന്നെ ഫുഡൊക്കെ കഴിക്കാനുള്ള സ്പേസ് ഉള്ളത് കൊണ്ട് അങ്ങനെ വേണ്ടിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. വരുമ്പോൾ നേരെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കായിട്ടാണ് വന്നത്. അപ്പോൾ അവരെ ആ ഒരു കളി കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ച് 2 മിനി ഫലൂദയാട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ അവരെ കഴിക്കൽ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ഓർഡർ ചെയ്യാൻ വിചാരിച്ച്. കാരണം അവർ കഴിച്ചില്ലെങ്കിൽ വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ ആകെ 2 സ്പൂണ് കഴിച്ചതേ ഉള്ളൂ. പിന്നെ അവർക്ക് മതിയായി. ബാക്കി നമ്മൾ തന്നെ കഴിച്ച്. അത് കഴിഞ്ഞ് കളിക്കേണ്ട തിരക്കാന്നല്ല അവർക്ക്. അവർ നേരെ ബൈക്കിലേക്ക് പോയി കുറച്ച് സമയം അതെല്ലാം ഓടിച്ച് കളിക്കുന്നുണ്ട്. പിന്നെ ഫ്രോഗ് ജമ്പുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ മുന്നേ ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പം വന്നേരം നോക്കുന്നു, അതെല്ലാം കാണുന്നു. പിന്നെ അടുത്ത ഫുഡ് വന്നിട്ടുണ്ട്, അതും കൂടെ കഴിച്ച് പിന്നെയും കളി അങ്ങ് തുടങ്ങി. നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തിയതാണ്. പിന്നെ രാത്രി കേട്ടോ വീട്ടിലെത്തിയ കളിച്ചിട്ടൊന്നും മതിയാക്കുന്നില്ല. വരാൻ പറ്റൊന്നും വരുന്നില്ല. അപ്പോൾ 4:30 വരെ ഒരു കളിയെല്ലാം കഴിഞ്ഞ് 4:30 ആയപ്പോൾ മൂവി ഉണ്ട് എന്ന് പറയുന്ന കേട്ടിട്ട് അപ്പോൾ അങ്ങനെ സിനിമയൊക്കെ കണ്ട് സിനിമ അങ്ങനെ കാണണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. സിനിമയെല്ലാം കണ്ട് പിന്നെ ഇന്നത്തെ ദിവസം അങ്ങനെ പോയി. കാലം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് രാത്രിയായി. അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.